ധനുവച്ചപുരത്ത് മരണപ്പെട്ട സെലീനാമ്മയുടെ അയൽവാസിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ചേട്ടാ, ഈ മരണത്തിൽ സംശയങ്ങളുണ്ട് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്? സംശയം എന്ന് പറഞ്ഞാൽ 17-ാം തീയതി മരിക്കുന്നു. 3 മണിക്കും 4 മണിക്കുമാണ് അവിടെ ആളില്ലാത്തത്. അപ്പോഴും ഒരു സ്ത്രീ പാലും മാച്ചുകൊണ്ട്, ഇവർക്ക് സഹായം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് പാലും മാച്ചുകൊണ്ട്. അവർ വന്ന് നോക്കിയപ്പം കതവ് ചാരിയിട്ടുണ്ട്. ഇവർ സലീം അമ്മ എന്ന് 2-3 വട്ടം വിളിച്ചിട്ടും കതവ് അങ്ങനെ തന്നെ കിടക്കുന്ന, ഇവർ ഒരു അനക്കവും ഇല്ല. അവർ കയറി വീട്ടിനകത്ത് നോക്കിയപ്പോൾ തറയിൽ മരിച്ചു കിടക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ മാല കഴുത്തിലിട്ട് 3.5 പവൻ്റെ മാല കിൽറ്റാണെന്നാണ് പറയുന്നത്. സ്വർണ്ണമാലയാണ് ഇവർ വാങ്ങിച്ചത്. അതൊരു വളയം കാണാനില്ലെന്നാണ് പറയുന്നത്. ഇങ്ങനെ അപ്പോൾ അന്ന് കുളിപ്പിക്കെടുത്തപ്പം ദേഹത്ത് പാടുകൾ കിടക്കുന്നുണ്ട്, മുഖത്തും പാടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നാട്ടുകാർ പറയണത്. ഇത് ദുരൂഹതയുണ്ട് മരണത്തിൽ. ഇത് അന്വേഷിക്കും. പാടെന്ന് പറയുമ്പോഴത്തേനും മുറിവുകളാണോ അതോ എന്തെങ്കിലും ചതവും പാടുകളും ഉണ്ടെന്ന് വെച്ചാൽ ഇത് കറുത്ത് കിടക്കുന്ന പാടുകളുണ്ട്, ബ്ലഡ് ചത്ത് കിടക്കുന്ന പാടുകളും ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ മോൻ 4 ദിവസം കഴിഞ്ഞാണ് പോലീസിലേക്ക് അറിയിക്കുന്നത്, പാറശാല സ്റ്റേഷനിൽ അറിയിക്കുന്നത്. പിന്നെ ആ പോലീസ് സാർ നല്ലതായിട്ട് അന്വേഷണം തുടങ്ങി. അവർ ഇന്നലെ വരെ നല്ല അന്വേഷണമായിരുന്നു എന്നു എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്പർ പറഞ്ഞ് ആദ്യമേ കേസ് കൊടുക്കുക, വാർഡ് നമ്പർ പറഞ്ഞ് കേസ് കൊടുക്കുക. അന്ന് കൊടുത്ത് പുതിയതാണോ ഈ അടുത്ത് വാങ്ങിച്ചത്? പുതിയ മാല, പഴയ മാല വിറ്റിട്ട് പുതിയ മാലയാണ് മാറ്റി. ഇവർക്ക് ജോലി ഉണ്ടായിരുന്നു. ഈ മരിക്കുന്നതിൻ്റെ അടുത്താണോ ഈ മാല വാങ്ങുന്നത്? ഒരു 2 ആഴ്ചക്കകത്ത് വാങ്ങിച്ചതേ ഉള്ളൂ. ആൾക്കാർ പുതിയ മാല വാങ്ങിച്ചത്. ഈ ചേട്ടൻ സംശയം എന്ന് പറയുന്നതേ ഈ മാല മോഷ്ടിക്കാൻ എത്തുന്നതിനിടയിൽ കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതാണ്. മോഷണത്തിനിടെയുള്ള മരണം കൊലപ്പെടുത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ കൊലപ്പെടുത്താൻ സാധ്യത. ഇപ്പോൾ സ്വർണത്തിന് വേണ്ടിയില്ല എല്ലാവരും കൊലപ്പെടുത്തുന്നു, അതാണ് സംശയം. സെലീനാമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, മാല വാങ്ങിച്ചു എന്നൊക്കെ അറിയാവുന്ന ഒരാളായിരിക്കില്ലേ? അങ്ങനെ മാല വാങ്ങിച്ചെന്ന് അവർ നമ്മളോട് ഒന്നും പറഞ്ഞില്ല. അയൽക്കൂട്ടക്കാർ പണിക്ക് പോകും, പിന്നെ അവിടെ ആളില്ലാത്ത വിജന സ്ഥലമാണ്. അപ്പോൾ എന്ത് നടന്നാലും അറിയാൻ പറ്റത്തില്ല പകൽ. അപ്പോഴാരും സ്ത്രീകളെല്ലാം അയൽക്കൂട്ടം പണിക്ക് പോകും. പിന്നെ വൈകുന്നേരം 5 മണിക്ക് വരുള്ളൂ. അപ്പോഴിതിൻ്റെ ഇടയിൽ ആരൊക്കെ വരുന്നു, എന്താണ് പോകണം. NSSൽ ഒരു ക്യാമറ ഉണ്ട്. ആ ക്യാമറ പരിശോധിച്ചാൽ, അന്ന് 17-ാം തീയതി പരിശോധിച്ചാൽ ചിലപ്പോൾ ആരൊക്കെ വന്നു പോയി എന്ന് അറിയാൻ പറ്റും. ഇവർ തനിച്ചാണെന്നും ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നൊക്കെ അറിയുന്ന ഒരാളായിരിക്കില്ലേ? ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് അറിയാവുന്ന ഒരാളായിരിക്കും ഇത് നടത്തിയത്. അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ വീട്ടിൽ വേണം ആരേക്കും തന്നെ, ദൂരേനൊന്നും വരില്ല. ഇതിനെ ഇവരെ ചുറ്റിപ്പറ്റിയുള്ള ആരേക്കുമാണ്. അവരെ അന്വേഷിച്ചാൽ മതി. അപ്പോൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ പറ്റും ഈ വീട്ടിൽ ആരൊക്കെ വന്നു പോകുന്നു എന്നുള്ള. അവിടെ പോലീസ് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഈ മൃതദേഹം കണ്ട സ്ത്രീകളെ എന്താണ് പറഞ്ഞത്? മാലയും എല്ലാം ഉണ്ടായിരുന്നു എന്നാണോ പറഞ്ഞത്? ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ബാഹുല ദേഹത്തെല്ലാം പാടുണ്ട്, സംശയമുണ്ട്. ശ്വാസം മുട്ടിച്ച് കൊന്നതോ അല്ലാതെ കൊന്ന, മുഖം എല്ലാം കറുത്തിരിക്കണം, ചുണ്ടൊക്കെ ഇങ്ങനെ കോണിയൊക്കെ ഇരിക്കണം എന്നാണ് പറഞ്ഞത്. അല്ല, അറ്റാക്ക് വന്നതല്ല. ഞാൻ ചോദിക്കുന്നത്, ഈ മരണപ്പെടുന്ന സമയത്ത് ഇവരെ എല്ലാ ആഭരണങ്ങളും ഇട്ടിരുന്നു? ഈ മൃതദേഹത്തിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു? സ്വർണ്ണം ഉണ്ടായിരുന്നു. അത് കിൽറ്റാണ് കൊണ്ടിട്ടത്, സ്വർണ്ണമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു മരണത്തിൽ ദുരൂഹതകളുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അയൽവാസികളും കുടുംബവും പറയുന്നത്. കാരണം ഈ സെലീനാമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല അത് 3.5 പവൻ്റെ മാലയാണ്. ഈ അടുത്ത് ജോസ്കോയിൽ നിന്ന് വാങ്ങിയതാണ് എന്നതാണ് ഈ അയൽവാസികളടക്കം പറയുന്നത്. ഇതൊരു കൊലപാതകമാണെങ്കിൽ ആ മാല വാങ്ങിയതും സെലീനാമ്മ തനിച്ചാണ് താമസിക്കുന്നത് എന്നതടക്കം അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതാണ് സംശയം. എന്തായാലും ഈ മൃതദേഹം ഇപ്പോൾ ആ കല്ലറ പൊളിച്ച് അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയാണ്. ഈ കാണുന്ന പള്ളിയിലാണ് ഈ സെലീനാമ്മയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ആ പള്ളിയിലെ കല്ലറ പൊളിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.